പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം മൂർച്ഛിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ സൈനിക ആണവശേഷി രഹസ്യമായി വർദ്ധിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സ്ഥിതിഗതികൾ സങ്കീർണമാക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ മണ്ണിനടിയിൽ സുരക്ഷിതമാക്കാനും തകർന്ന മിസൈൽ താവളങ്ങൾ പുനർനിർമ്മിക്കാനുമുള്ള ഇറാന്റെ നീക്കം അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും ഒരേപോലെ സൈനിക നീക്കങ്ങൾ നടത്തുന്നതോടെ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ സ്ഫോടനം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസമാനമായ സംഘർഷത്തിന് സാധ്യത ഒരുക്കിയിരിക്കുകയാണെന്ന് ചുരുക്കം. അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്ന ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായും ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ട ഇറാന്റെ ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ആണവ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുന്നതായി കണ്ടെത്തിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഉപഗ്രഹ ചിത്രം പ്രചരിക്കുന്നത്. ഇറാൻ അമേരിക്ക പോരും മുറുകുന്നതിന് തെളിവാണ് ഇറാന്റെ ഈ നീക്കമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ സെൻസിറ്റീവ് സൈനിക കേന്ദ്രത്തിന് മുകളിലായി കോൺക്രീറ്റ് കവചം നിർമ്മിച്ച് മണ്ണിട്ട് മൂടിയതായിട്ടാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ തകർന്ന ഒരു ആണവ കേന്ദ്രത്തിലേക്കുള്ള തുരങ്കങ്ങൾ കണ്ടെത്തുന്നതും നതാൻസിനടുത്തുള്ള തുരങ്ക പ്രവേശന കവാടങ്ങൾ ഇറാൻ ശക്തിപ്പെടുത്തുന്നതായും നിരവധി വൃത്തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആക്രമണങ്ങളിൽ തകർന്ന മിസൈൽ താവളങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചുവെന്നും വിവരമുണ്ട്. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനടുത്തുള്ള പരന്തിൽ വൻ തീപിടുത്തമുണ്ടായി. ഇറാന്റെ ടെഹ്റാൻ പ്രവിശ്യയിലെ നിരവധി സൈനിക തന്ത്രപ്രധാന സ്ഥലങ്ങൾക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിനിടെ ആളുകൾ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ സൈനിക താവളങ്ങൾക്ക് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് എടുത്തു പറയണം. അതിനാൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ആക്രമണത്തിന്റെ ഫലമാകാനുള്ള സാധ്യതയും ഇറാൻ തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാലും ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലോ അമേരിക്കയോ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. തീപിടുത്തത്തെക്കുറിച്ച് ഇറാൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുമില്ല. അമേരിക്കയുടെ ഭീഷണിക്കിടയിലാണ് ടെഹ്റാനിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആണവ കരാർ പാലിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2 US വിമാനവാഹിനി കപ്പലുകളും അവയുടെ യുദ്ധ ഗ്രൂപ്പുകളും ഇറാന് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ ഒന്നായ USS എബ്രഹാം ലിങ്കന് ഇറാനിൽ നിന്ന് വെറും 700 കിലോമീറ്റർ അകലെയാണ്. ഇറാനിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഇറാനെ തളർത്തുന്നതിന് പകരം കൂടുതൽ പ്രതിരോധ സജ്ജമാക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ അമേരിക്ക മടിക്കില്ല. അതേസമയം തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഏത് കടന്നുകയറ്റത്തെയും കടലിൽ വെച്ച് തന്നെ നേരിടുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം പോരാട്ടം കടുക്കുമെന്നതിന്റെ സൂചന കൂടിയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസികളുടെ ഇടപെടലുകളും നയതന്ത്ര ചർച്ചകളും പുരോഗതിയുമെല്ലാം പശ്ചിമേഷ്യയുടെ സമാധാനം നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തിയാൽ അത് മേഖലയാകെ സംഘർഷഭരിതമാക്കി തീർക്കും. മാത്രമല്ല ലോകത്തിന്റെ മൊത്തത്തിലുള്ള സമാധാനത്തെയും അത് ബാധിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല.